അടുത്ത് നമുക്ക് പറയാനുള്ളത് പുഷ് പുൾ കൺവേർട്ടർ. പുഷ് പുൾ കൺവേർട്ടറും ഫോർവേഡ് കൺവേർട്ടർ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഓരോ കൺവേർട്ടറും വരച്ച് അതിൻ്റെ ഓൺ ഓഫ് കണ്ടീഷൻസ് ഒക്കെ വരച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ പുഷ് പുൾ കൺവേർട്ടറിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ട്രാൻസ്ഫോമർ രണ്ടും സെൻറ്റർ ടാപ്പ്ഡ് ആണ്. അതായത് ട്രാൻസ്ഫോമർ രണ്ട് കേസിലും സെൻറ്റർ ടാപ്പ്ഡ് ആണ്. എന്നിട്ട് എന്താണ്? ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ്ഡ് ആണ്. രണ്ട് ഡയോഡ് D1ഉം D2ഉം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, നമ്മുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് ഉണ്ട്, ബാക്കിയൊക്കെ സെയിം ആണ്. ബാക്കിയുള്ള എല്ലാ കൺവേർട്ടറിനും വ്യത്യസ്തമായിട്ട് പുഷ് പുൾ കൺവേർട്ടറിൽ രണ്ട് സ്വിച്ചസ് ഉണ്ട്, T1ഉം T2. ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസ്ഫോമർ വൈൻഡിങ്സിൻ്റെ പൊളാരിറ്റി നോക്കുക. എന്താണ്? പ്ലസ് N2 നമ്മളൊരു വൈൻഡിങ് പോസിറ്റീവ് ആകുന്ന സമയത്ത്, അതായത് N2 ഇവിടെ പോസിറ്റീവും മൈനസും ആകുമ്പോൾ ലോവർ സെക്ഷനിൽ പ്ലസ് മൈനസ് തന്നെ വരും അല്ലേ? അപ്പം മനസ്സിലാക്കുക, പ്ലസ് മൈനസ് മുകളിൽ വന്നു കഴിഞ്ഞാൽ D1 എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ്ഡ് ആവും, D1 കണ്ടക്ട് ചെയ്യും അല്ലേ? ഇനി താഴെയാണ് പ്ലസും മൈനസും വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? D2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഇനി പൊളാരിറ്റി നേരെ തിരിച്ച് മൈനസും പ്ലസ്സും വരുന്നതെങ്കിൽ എന്ത് പറ്റും? D1 റിവേഴ്സ് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യും. ഓക്കെ, അത് മാത്രം ഓർത്താൽ മതി. അതായത് D1ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് പൊളാരിറ്റീസിലാണ്. ഒന്ന് പ്ലസ് മൈനസ് വന്നാൽ D1 കണ്ടക്ട് ചെയ്യും, മൈനസ് പ്ലസ് വന്നു കഴിഞ്ഞാൽ D2 കണ്ടക്ട് ചെയ്യും. അതായത് ഏത് പൊളാരിറ്റി വന്നാലും D1ഓ D2ഓ കണ്ടക്ട് ചെയ്യും. ഓക്കെ, a center tapped secondary is used which result in only one diode voltage drop on the secondary side. The two switches are turned on alternatively with the gap in between. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കൺവേർട്ടർ പോലെ ഓൺ ഓഫ് എന്ന് മാത്രമല്ല, ഇവിടെ T1ഉം T2ഉം നമ്മൾ ഓൺ ആക്കും. ബട്ട് T1 ഓൺ ആക്കി ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പിന് ശേഷം T2 ഓൺ ആക്കും. എന്നിട്ട് ഓക്കെ, വീണ്ടും ഗ്യാപ്പിന് ശേഷം T1 ഓൺ ആക്കും. അങ്ങനെ ആണ് T1ഉം T2 സ്വിച്ചസ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ടു halves of the primary and secondary is used for the working. ഇനി സ്വിച്ച് T1 ഈസ് ഓൺ. ഇനി സ്വിച്ച് ഓൺ ആവുന്ന രണ്ട് കണ്ടീഷൻസ് ഞാൻ പറയാം. അപ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോഴുള്ള വേവ് ഫോംസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരക്കണം. ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ആയിട്ട് വരക്കണം. ഞാൻ വരച്ചിട്ടില്ല. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലൊന്നും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വരക്കാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ വരക്കാം. സ്വിച്ച് ഓൺ. അപ്പോൾ T1 ഓൺ ആവുന്നു. അപ്പോൾ T1 ഓൺ ആകുമ്പം ഇവിടെ ഷോർട്ടായി. അപ്പോൾ നോക്കുക, എന്താണ്? T1 ഓൺ ആകുമ്പം എവിടെയാണ് പ്ലസ് വരുന്നത്? N1ൻ്റെ താഴെ പ്ലസ് വരും, N1ൻ്റെ മുകളിൽ മൈനസ് വരും അല്ലേ? അപ്പോൾ N2ൻ്റെ മുകളിൽ പ്ലസ് വരും, N2ൻ്റെ താഴെ മൈനസ് വരും. ക്ലിയർ അല്ലേ? അപ്പം D1 ഫോർവേഡ് ബയസ്. സ്വിച്ച് T1 ഓൺ ആയിക്കഴിഞ്ഞാൽ D1 ഫോർവേഡ് ബയസ്ഡ് ആവും. D2 ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരുമ്പം D2 എന്തായിരിക്കും? D2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതായത് D1 കണ്ടീഷൻസ്, D1 ഫോർവേഡ് ബയാസ്ഡ്, D2 റിവേഴ്സ് ബയാസ്ഡ്. ക്ലിയർ അല്ലേ? അപ്പം D1 ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് D1 വഴി ഇൻഡക്ടർ വഴി ഫ്ലോ ചെയ്ത് ലോഡ് വഴി തിരിച്ച് സോഴ്സിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇൻഡക്ടറിൻ്റെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ D2 ഇല്ലാത്ത രീതിയിൽ ഇത് ഓഫാക്കിയിട്ട് ഒരു ഫിഗർ വരക്കുക. അതാണ് ഓൺ കണ്ടീഷൻ. ഇനി സ്വിച്ച് ഓഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ എങ്ങനെയാണ് വരിക? സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്ത് പറ്റും? ഇനി നമുക്ക് സ്വിച്ച് T1 ഓൺ ആക്കിയ കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി സ്വിച്ച് T1 ഓഫ് ചെയ്ത് T2 ഓൺ ചെയ്തു. T2 ഓൺ ചെയ്യുമ്പം ഇത് ഷോർട്ടായി അല്ലേ? T2 ആകുമ്പോൾ ഷോർട്ടായി. അപ്പം എങ്ങനെയാണ് പൊളാരിറ്റി വരുന്നത്? ഇവിടെ പ്ലസ് അല്ലേ? അവിടെ പ്ലസ്, ഇവിടെ മൈനസ്, പ്ലസ് മൈനസ്. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് വരുമ്പം ശ്രദ്ധിക്കുക, ഡോട്ടിൻ്റെ സ്ഥലത്ത്, അതായത് ഡോട്ടുള്ള സ്ഥലത്ത് മൈനസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് വരും,
ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും അല്ലേ? കറക്റ്റല്ല. ഡോട്ടുള്ള സ്ഥലത്ത് എന്താണോ വരുന്നത് മൈനസാണ് വരുന്നത്. എങ്ങനെയാണ് മൈനസ് വരുന്നത്? ഇതിങ്ങനെയാണ് കണക്ഷൻ വരുന്നത് അല്ലേ? ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ കണക്ഷൻ വരുമ്പോൾ N1 താഴെ ഡോട്ടുള്ളടുത്ത് ഈ മൈനസാണ് വരുന്നത്, നേരെ മറിച്ച് ഡോട്ടില്ലാത്തടുത്ത് പ്ലസ്സും വന്നു. അപ്പം N2 മുകളിൽ മൈനസും താഴെ പ്ലസ്സും, മുകളിൽ മൈനസും താഴെ പ്ലസ്സും എന്നുള്ള രീതിയിലാണ് N2 വരിക. അപ്പോൾ ഏത് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും? D1 ഡയോഡ് ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് D1 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, D2 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പം D2 ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ D2 ഓൺ ആവും. അപ്പം നോക്കുക, ഇവിടെ വഴി ഇങ്ങനെ D2 വഴി ഇങ്ങനെ പോയി ഇങ്ങനെ വരും പാത്ത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വരച്ചു തരാം. നമ്മളെ കറണ്ടിൻ്റെ പാത്ത് ഒന്നുകൂടി വരച്ചു തരാം. അതായത് T2 ഓൺ ആവുന്നു. അപ്പം ഇവിടെ വഴി ഇങ്ങനെ പോയി ഇതായിരിക്കും ഇൻഡക്ടർ കറണ്ടിൻ്റെ പാത്ത്, അല്ലെങ്കിൽ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോൾ D1 നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം VOI, അതായത് VOI എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള വോൾട്ടേജ്, അത് ഇവിടെയുള്ള നമ്മളെ ഡയോഡിനും ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജാണ് VOI എന്തായിരിക്കും? ടേൺസ് റേഷ്യോ N2/N1 ഇൻറ്റു VD ആയിരിക്കും VOI is equal to N2/N1 ഇൻറ്റു VD. വോൾട്ടേജ് VL, ഇൻഡക്ടറിന് അക്രോസിലെ വോൾട്ടേജ് തന്നെ ആയിരിക്കും. ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് VOI, അതായത് N2/N1 ഇൻറ്റു VD അല്ലേ? ഇവിടെ കിട്ടുന്നത് N2/N1 ഇൻറ്റു VD ആണ്. ഈ ഒരു പോയിന്റ് കിട്ടുന്നത് N2/N1 ഇൻറ്റു VD ആണ്. അത് മൈനസ് ടെർമിനൽ വോൾട്ടേജ് VO. അപ്പോൾ അത് തന്നെയാണ് N2/N1 ഇൻറ്റു VD മൈനസ് VO ആണ് VL കിട്ടുക. ഓക്കെ, ഈ സ്വിച്ച് T2 ഓഫ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്. T2 ഈസ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദി secondary 2 is positive, so that diode D2 is forward biased, D1 reverse biased. Inductor current increases linearly through the primary and D2. All others are small like T1 on. ഓക്കെ, ബാക്കിയൊക്കെ T1 ഓൺ ആയതുപോലെ തന്നെയാണ്. ബട്ട് എന്താണ് വ്യത്യാസം? എന്താണ്? അതിൽ D1 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്, ഇതിൽ D2 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. വേറൊരു വ്യത്യാസവും ഇല്ല. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. ബോത്ത് സ്വിച്ചസ് ആർ ടേൺഡ് ഓഫ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ആ ഒരു കണ്ടീഷനിലുള്ള ഫിഗറും വേണമെങ്കിൽ നിങ്ങൾ വരക്കാം, സെപ്പറേറ്റ് ആയിട്ട് വരക്കാം. ബോത്ത് സ്വിച്ചസ് ആർ ടേൺഡ് ഓഫ്. അപ്പോൾ ഇത് ഓഫാണ്, ഇത് ഓഫാണ്, രണ്ട് സ്വിച്ചസും ഓഫാണ്. ഇനി എന്ത് പറ്റും? രണ്ട് സ്വിച്ചസും ഓഫ് ആകുമ്പോഴെന്ത് പറ്റും? ഏതാ കണ്ടക്ട് ചെയ്യുക? ഇൻഡക്ടർ പൊളാരിറ്റി. നമ്മൾ ഇൻഡക്ടർ പ്ലസ് മൈനസ് ആണ്ടത് ഇൻഡക്ടർ പൊളാരിറ്റി മൈനസ് പ്ലസ് ആയി അല്ലേ? ഇൻഡക്ടർ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ D1 ഫോർവേഡ് ബയസ്ഡ് ആവും, D2 ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ ഇൻഡക്ടർ എന്ത് ചെയ്യും? അതിൽ സ്റ്റോർഡ് എനർജി റിലീസ് ചെയ്യും. അതായത് ഈക്വലായിട്ട് ഈ രണ്ട് വൈൻഡിങ്സ് വഴിയും ഈക്വലായിട്ട് ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് വൈൻഡിങ്സ് വഴിയും ഈക്വലായിട്ട് ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യും. ഓക്കെ, നമുക്ക് എഴുതിയിരിക്കുന്ന വായിച്ച് നോക്കാം. പുഷ് പുൾ കൺവെർട്ടർ ഈസ് നോർമലി ഓപ്പറേറ്റഡ് വിത്ത് എ ഓഫ് പീരീഡ് ഇൻ ബിറ്റ്വീൻ ടു സ്വിച്ചസ്. അതായത് T1 T2 ഓൺ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും എന്ത് ചെയ്യും? T1 ഓൺ ആക്കി ഒരു ഓഫ് പീരീഡ് കൊടുക്കും, പിന്നെ T2 ഓൺ ആക്കും, പിന്നെ ഓഫ് പീരീഡ് കൊടുക്കും. ആ രീതിയിലായിരിക്കും എപ്പോഴും ഓൺ ചെയ്യുന്നുണ്ടാവുക. At this condition, the stored energy in the inductor is releasing to the load. Inductor store ചെയ്ത എനർജി ലോഡിലേക്ക് റിലീസ് ചെയ്യും. When both the switches are off, inductor current splits equally between two secondary half winding. അതാണ് രണ്ട് സ്വിച്ചസ് ഓഫ് ആകുമ്പോൾ ഇൻഡക്ടർ സ്പ്ലിറ്റ്സ് ഈക്വലി ബിറ്റ്വീൻ ദി ടു സെക്കൻഡറി ഹാഫ് വൈൻഡിങ്. ഓക്കെ, നൗ VL is equal to മൈനസ് V0. അതായിരിക്കും ബോത്ത് സ്വിച്ചസ് ഓഫ് ആയിട്ടുള്ള condition. Equating the time intervals of the inductor, the voltage during one repetition period to 0. അപ്പോൾ നമ്മൾ എല്ലാ കേസിലും ചെയ്യുന്ന പോലെ ആവറേജ് വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ VL is equal to മൈനസ് VO തന്നെയാണ്.
അപ്പോൾ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V0/VD = 2N2/N1 × D കിട്ടും. അത് 2N2/N1 × D എന്ന് കിട്ടും. ഓക്കെ, where D is T1/D is the duty ratio of the switches 1 and 2 and the maximum value it can attain is 0.5. അതായത് മാക്സിമം അതിന് 0.5 മാത്രമേ ഡീൻ്റെ വാല്യൂ വരാൻ പാടുള്ളൂ. കാരണം 0.5ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 സ്വിച്ചസ് ഓൺ ആക്കുന്നതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ബ്ലാങ്കിങ് ടൈം പോസിബിൾ ആകില്ല. Okay, in push-pull circuit, due to a slight unavoidable difference in switching times of two switches T1 and T2, there is always an imbalance between the peak values of the two switch current. This imbalance can eliminate by means of current mode control of the converter. Okay, അപ്പം ഇത്രയാണ് മെയിനായിട്ടും പുഷ്-പുൾ ബോത്ത് സ്വിച്ചസ് ആർ ഓഫ് ആയ കണ്ടീഷനിൽ പുഷ്-പുൾ കൺവേർട്ടറിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി വരാനുള്ളത് ഇതിൻ്റെ ആവറേജ് വോൾട്ടേജ് VO = N × VI × D. സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതും നോക്കാം. ഇനി വോൾട്ടേജ് വേവ് ഫോം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ T1 ഓൺ ചെയ്താലും T2 ഓൺ ചെയ്താലും നമുക്ക് VOI ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. VOI ആണ് വരച്ചത്. N2/N1 × VD ആയിരിക്കും, അല്ലെങ്കിൽ VO ആയിരിക്കും. അപ്പോൾ T1 ഓൺ ആക്കിയാലും T2 ഓൺ ആക്കിയാലും നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് സെയിം തന്നെയായിരിക്കും അല്ലേ? അതാണ് വരച്ചിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്താണ്? 2 സ്വിച്ചും ഓഫായ കണ്ടീഷനിൽ VOI ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇൻഡക്ടർ കറണ്ട് സ്വിച്ച് ഓൺ ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഏത് സ്വിച്ച് ഓൺ ആയാലും ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഈ ഒരു ഫോം തന്നെയായിരിക്കും എന്തുണ്ടാവുന്നത്? ഇൻഡക്ടർ കറണ്ട് ഉണ്ടാവുന്നത്. ഇനി വേറെ ഏതെങ്കിലും വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരക്കില്ലേ? എനിക്ക് എന്താണ് ഡ്രോ ദി ഡയോഡ് വേവ് ഫോം ഓഫ് ഡയോഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1ൻ്റെയും D2ൻ്റെയും വേവ് ഫോം വരക്കാൻ എന്ത് വരക്കും? D1 നമ്മൾ ഇനീഷ്യലി T1 ഓൺ ചെയ്യുമ്പം D1 ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പം ഇൻഡക്ടർ പോകുന്ന കറണ്ട് ഇങ്ങനെ പോവും അല്ലേ? ഇനി ഗ്യാപ്പാണ്. അടുത്ത T2 ഓൺ ചെയ്യുമ്പം D1ൽ ഫ്ലോ ചെയ്യുക ഇല്ല, ഈ ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത T1 ഓൺ ചെയ്യുമ്പോൾ പോയില്ല. അത് കഴിഞ്ഞ് വീണ്ടും T1 ഓൺ ചെയ്യുമ്പോഴേ പോവും. ഇനി D2, ഇതിപ്പോൾ ID1 ആണ്. ഇനി ID2ൻ്റെ വരക്കാൻ പറഞ്ഞാൽ ID1 കണ്ടക്ട് ചെയ്യുമ്പം D2 കണ്ടക്ട് ചെയ്യില്ല. പിന്നെ ഡെൽറ്റ ഓഫ് ടൈം ഡെൽറ്റയിലും കണ്ടക്ട് ചെയ്യില്ല. ബാക്കിയുള്ള ടൈമിൽ ഇൻഡക്ടറിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ലീനിയർലി ഇൻക്രീസ് ആവും. ഓക്കെ, ഇങ്ങനെയാണോ വരുന്നത്? അപ്പം ഓഫ് കണ്ടീഷനിലോ? ഓഫ് കണ്ടീഷനിൽ ഡയോഡ് D1 വഴി ഹാഫ് കറണ്ട് പോകുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതുകൂടി ഈ ഓഫ് ആകുന്ന ടൈമിൽ D1 ഫ്ലോ ചെയ്യുന്നുള്ളതും കൂടി വരക്കുക ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക? ഇത് ഇൻക്രീസിങ് അല്ല, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടി വരക്കണോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിക്കാൻ, ഞാൻ വരച്ച് കാണിച്ചു തരാം. അതായത് ഒന്നുമില്ല, സ്വിച്ച് ഓൺ ആകുമ്പോൾ ഡയോഡ് വഴി D1 കണ്ടക്ട് ചെയ്യുമ്പോൾ D1 വഴി കറണ്ട് ഇൻഡക്ടറിലൂടെ പോകുന്ന കറണ്ട് എന്താണോ ആ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓഫ് ആകുമ്പോൾ കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. തിരിച്ച് ഓഫ് ആകുമ്പോൾ റെഡ്യൂസ് ചെയ്യും, ഓൺ ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇത്രയാണ് പുഷ്-പുൾ കൺവേർട്ടർ പറയാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത ഹാഫ് ബ്രിഡ്ജാണ് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.